ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ പോലീസിനെതിരെയും റിട്ടേണിംഗ് ഓഫീസർക്കെതിരെയും നടപടി വേണമെന്നാണ് ആവശ്യം. അതിനു മുമ്പ് തന്നെ കോൺഗ്രസും ഈ ആരോപണവുമായി മുന്നോട്ട് വന്നിരുന്നു. വ്യാപകമായി കള്ളവോട്ടും അട്ടിമറിയും നടന്നുവെന്നാണ് പരാതി. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്യാം കെ വാര്യർ ചേരുന്നുണ്ട്. ശ്യാം, കഴിഞ്ഞ 2-3 ദിവസമായി ആ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ നിരവധിയാണ്. തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെതിരെ ഒരു വിഭാഗം മുന്നോട്ട് വരുന്നു. വിമതർ അതിൽ അപ്പുറത്തേക്കുള്ള പ്രതിഷേധങ്ങൾ ഉന്നയിക്കുന്നു. ആ പ്രതിഷേധങ്ങൾ റോഡിലേക്ക് അല്ലെങ്കിൽ നിരത്തുകളിലേക്കൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. ഏത് തരത്തിലുള്ള ഒരു സമവായത്തിനാണ് ശ്രമം? പോലീസ് എന്തിൻ്റെ പേരിലാണ് കേസെടുക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയാണ് കോൺഗ്രസ് നടത്തുന്നത്. കോൺഗ്രസ് ഇന്ന് ഹർജി നൽകും ഇതുമായി ബന്ധപ്പെട്ടിട്ട്. പൂർണ്ണമായും ഈ കേസ് ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ആവശ്യം. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ തന്നെ പോലീസും ഇതേ ആവശ്യം, അതായത് ഈ കള്ളവോട്ടുകൾ വ്യാപകമായി നടന്നു എന്നൊരു ആക്ഷേപം നിലനിൽക്കെയാണ് പോലീസിന്റെ കൂടി നടപടി ഈ കാര്യത്തിൽ വരുന്നത് എന്നതാണ് ശ്രദ്ധേയം. പോലീസ് നേരത്തെ നമുക്കറിയാം നിരവധി പേർക്കെതിരെ കേസെടുക്കുന്നത് അടക്കം അത് വലിയ വ്യാപകമായ പ്രതിഷേധത്തിനടക്കം ഇടയാക്കിയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് കൂടി നിയമ നടപടികളിലേക്ക് നീങ്ങുമ്പോൾ ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് കോടതി കയറുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ആ ഒരു ദിവസം കഴിഞ്ഞ ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പ് രാവിലെ 8 മണി മുതൽ തുടങ്ങിയ വോട്ടെടുപ്പ് 4 മണി വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയം അത്രയും സംഘർഷം ഈ വോട്ടെടുപ്പ് കേന്ദ്രമായ പറയഞ്ചേരി സ്കൂളിന് മുൻവശത്ത് വലിയ തോതിലുള്ള സംഘർഷം നടന്നിരുന്നു. പലർക്കും ഏതാണ്ട് 35,000-ലധികം പേരാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. പക്ഷേ ഏതാണ്ട് 4,000-ൽ ചില ആളുകൾ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്താനായത്. അപ്പം ബാക്കിയുള്ളവരുടെ വോട്ട് എന്തുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. അതിന് കോൺഗ്രസ് കൃത്യമായി പറയുന്നത്, ഈ പറയുന്നത് പോലെ തന്നെ പുറത്ത് സംഘർഷ സാധ്യത നിലനിർത്തി CPM ഈ പറയുന്ന വോട്ട് ചെയ്യാൻ വന്ന പലരെയും തിരിച്ചയച്ചു അല്ലെങ്കിൽ അടിച്ചോടിച്ചു എന്ന തരത്തിലാണ്. അത്തരമൊരു സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു തരത്തിലും വോട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു വോട്ടെണ്ണൽ കേന്ദ്രം അടക്കം. പോലീസും കാര്യക്ഷമമായി പ്രവർത്തിച്ച കള്ളവോട്ടുകൾ ആരോപിച്ചിട്ട് പോലും അവിടെ കൃത്യമായി അതിൽ ഇടപെടാനോ അവരെ അറസ്റ്റ് ചെയ്യാനോ പോലീസും തയ്യാറായില്ല. അതായത് സർക്കാരിന്റെ ഇംഗിതത്തിനടക്കി അല്ലെങ്കിൽ CPMന്റെ ഇംഗിതത്തിനനുസരിച്ച് പോലീസ് പ്രവർത്തിച്ചു എന്നതാണ് പറയുന്നത്. നമുക്കറിയാം പോലീസിന്റെ എണ്ണവും വളരെ കുറവായിരുന്നു. ഇത്രയധികം ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടും 250-ൽ ഏതാണ്ട് 250ഓളം പോലീസുകാർ മാത്രമാണ് നിലവിൽ ആ മേഖലയിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം സംഘർഷത്തിലേക്ക് ഇടയാക്കി എന്നാണ് പറയുന്നത്. എന്തായാലും വലിയ തോതിൽ നിയമ നടപടികളിലേക്ക് ഇത് നീങ്ങുമ്പോൾ ഈ പറയുന്ന ചേവായൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വിഷയം കോടതി കയറുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ തന്നെയായിരിക്കും സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജേഷ്. യെസ്, ഇപ്പോൾ ബാങ്ക് കോടതി കയറുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും വിശദാംശങ്ങളാണ് ശ്യാം കെ വാര്യർ നൽകിയത്.